നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് വിജയ് പടങ്ങൾക്ക് മാത്രം വരുന്നൊരു പ്രശ്നമാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ജനനായകൻ ജനുവരി 9 റിലീസ് ചെയ്യേണ്ട പടമാണ്. അത് പോസ്റ്റ്പോണ്ട് ചെയ്യാൻ 99% ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ സർട്ടിഫിക്കറ്റ് ഇതുവരെയായിട്ട് അവർ കൊടുത്തിട്ടില്ല. ഡിസംബറിൽ എങ്ങാനും അവർ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തിട്ട് അവരെന്താ പറഞ്ഞറിയോ, സിനിമയുടെ 27 ഭാഗങ്ങൾ കട്ടും ചെയ്യണം, പല ഭാഗങ്ങൾ മ്യൂട്ടും ചെയ്യണം. പ്രൊഡ്യൂസർമാർക്ക് അത് പറ്റാത്തത് അവരത് കേസിന് കൊടുത്തു. കേസിന്റെ വിധിയാണ് ജനുവരി 9 വരുന്നത്. ജനുവരി 9 സിനിമ റിലീസ് ചെയ്യുന്നത്. സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് സിനിമ റിലീസ് ചെയ്യാൻ പറ്റത്തില്ല. സോ എന്തായാലും സിനിമ പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്താൽ പ്രശ്നം വരുന്നത് സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആരാധകർക്കും തിയേറ്റർ ഉടമസ്ഥന്മാർക്കാണ് പ്രശ്നം വരിക. അവരത് റീഫണ്ട് ചെയ്യണം. അപ്പോൾ കൂടുതൽ പേര് സിനിമ ബുക്ക് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഡേ കളക്ഷന് പ്രശ്നം വരും. ഇതിന്റെ ഒക്കെ പിന്നിൽ കളിച്ചത് ആരാണെന്ന് എന്റെ ഒരു നിഗമനം ഞാൻ പറയട്ടെ. തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എതിർത്ത് പറയാം. സ്റ്റാലിനാണ് ഇതിന്റെ പുറകിൽ. കാരണം എന്താ വെച്ചാൽ, ജനനായകന്റെ റിലീസ് പിറ്റേ ദിവസം തന്നെ പുള്ളിയുടെ പടമായ പരാശക്തി റിലീസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പരാശക്തി ഇതിന് മുമ്പ് റിലീസ് ചെയ്യേണ്ട പടമാണ്. അത് മാത്രമല്ല, വിജയനെ പോലെ ഏറ്റവും ഫാൻ ബേസിൽ ഒരു നടനാണ് അജിത്ത്. അജിത്തിന്റെ കരിയറിലെ ബെസ്റ്റ് പടമായ മങ്കാത്ത, ഫാൻസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പടമായ മങ്കാത്ത റീ റിലീസിന് വെക്കുന്നു. ഇതിനൊക്കെ പുറകെ എന്താ, ആരാ ടാർഗറ്റ്? നമുക്ക് എല്ലാവർക്കും ഒരേ വിജയമാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ജനനായകൻ പോസ്റ്റ്പോണ്ട് ചെയ്താലും നിങ്ങൾ ആ സിനിമ കാണാൻ പോവോ ഇല്ലയോ എന്നും കൂടി താഴെ പറയാം. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.